ഇതുപോലെ നിങ്ങളുടെ വീട്ടിലും ബൊഗൺവില്ല പൂത്ത് നിൽക്കണോ? അങ്ങനെ ആഗ്രഹമുള്ളവർ മാത്രം ഈ വീഡിയോ തുടർന്ന് കാണുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ സ്വന്തം ആസ്തി ഗാർഡനിലേക്ക് സ്വാഗതം. ഞാൻ ചന്ദ്രേഷ്. ഇന്ന് നമ്മൾ ബൊഗൺവില്ലയിൽ ഇതുപോലെ പൂക്കളുണ്ടാകാൻ ഞാൻ ചെയ്ത ടെക്നിക്ക് എന്താണ്, അല്ലെങ്കിൽ ഞാൻ അതിന് കൊടുത്ത വളം എന്താണ്, ഫുഡ് എന്താണെന്ന് നിങ്ങളോടൊന്ന് പറയാനാണ്, അല്ലെങ്കിൽ നിങ്ങളെ കൂടി ഒന്ന് പരിചയപ്പെടുത്താനാണ് ഈ വീഡിയോയുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ അതായത് കമൻറ്റിൽ കൂടി പറയുക. ആദ്യമായിട്ട് കാണുന്നവർ നമ്മൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു ഹൈപ്പ്, ഷെയർ അതൊക്കെ നിങ്ങൾ തരിക. ലൈക്ക് ചെയ്യാൻ ഒരു കാരണവശാലും മറന്നു പോകരുത് കേട്ടോ. അപ്പം നോക്കി നമ്മുടെ ഈ ഫ്ലവറുകളൊക്കെ എങ്ങനെയുണ്ടെന്നുള്ളത്. കൊച്ചു തൈകളിൽ പോലും നമുക്ക് പൂവായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ കാണിച്ചു തരാം. കണ്ടല്ലോ ചെടിയുടെ ഒരു വലിപ്പം നോക്ക് നിങ്ങൾ. നമുക്കിവിടെ എല്ലാത്തിനും ഫ്ലവർ ആയിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ബൊഗൺവില്ലയ്ക്ക് നമുക്ക് നല്ല വെയിൽ വേണം കേട്ടോ. തീ പോലുള്ള വെയിലുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ബൊഗൺവില്ലയിൽ ഫ്ലവർ ഉണ്ടാവുകയുള്ളൂ. അതിൻ്റെ വാട്ടർ ഒന്ന് കൺട്രോൾ ചെയ്ത് കൊടുക്കുക. പിന്നെ അതിനാവശ്യമുള്ള ഫെർട്ടിലൈസർ നമ്മൾ കൊടുക്കുക. ഈ എല്ലാ ഘടകങ്ങളും ഒത്തു വന്നാൽ മാത്രമേ നമ്മുടെ ചെടിയിൽ ഫ്ലവർ ആവുകയുള്ളൂ. പലരും പറയുന്നുണ്ട് എന്തൊക്കെ നോക്കിയിട്ടും ഫ്ലവർ കിട്ടുന്നില്ല, നഴ്സറിക്കാരെന്തൊക്കെയോ വളപ്രയോഗം നടത്തി ഫ്ലവർ ആക്കിയതാണ്, വീണ്ടും അതിന് നമ്മൾ കൊണ്ടുവച്ചിട്ട് നമുക്ക് ഫ്ലവർ കിട്ടുന്നില്ല എന്ന് ചുമ്മാ പറയുന്നതാണ് കേട്ടോ. നഴ്സറിക്കാർക്ക് അങ്ങനെ വലിയ മാജിക് വളങ്ങളൊന്നുമില്ല. നമ്മൾ നല്ല രീതിയിൽ പരിചരിച്ചാൽ നമ്മുടെ പ്ലാന്റ് നല്ല രീതിയിൽ ഫ്ലവർ തരും. ഇപ്പം ഞാൻ ഇവിടെ ചെയ്യുന്ന ഫെർട്ടിലൈസർ എല്ലാം നിങ്ങളെ പരിചയപ്പെടുത്താറുണ്ട്. അത് നിങ്ങൾക്ക് ഗുണകരമാണെന്നുള്ളത് ചിലരെങ്കിലും പറയുന്നുണ്ട്, ചിലരൊന്നും മിണ്ടുന്നില്ല. അപ്പോൾ ഇതൊക്കെ ഉപയോഗപ്രദമാണെന്നുണ്ടെങ്കിൽ നിങ്ങളത് നിങ്ങളുടെ ലൈക്കിൽ കൂടിയോ കമൻറ്റിൽ കൂടിയൊക്കെ ഒന്ന് പങ്കുവെക്കുക. എന്നാലേ മറ്റുള്ളവർക്ക് നമ്മളുടെ വീഡിയോ കാണാനൊരു ഇൻട്രസ്റ്റ് വരികയുള്ളൂ, അവർക്ക് ഇതൊന്ന് ഫോളോ ചെയ്യാനും തോന്നുകയുള്ളൂ. അപ്പോൾ ഞാൻ എന്താ വളമെന്ന് കാണിച്ചില്ലല്ലേ, ഞാൻ വളം കാണിച്ചു തരാം നിങ്ങളെ. നമ്മുടെ ഇന്നത്തെ താരം ദേ ഇവനാണ്. NBK 5234 005234. അതാണ് നമ്മുടെ ഇന്നത്തെ താരം. നമ്മൾ 15 ദിവസം കൂടുമ്പോൾ ഒരിക്കലും നമ്മുടെ പ്ലാന്റിന് കൊടുക്കുക. അപ്പോൾ നമുക്ക് നമ്മളറിയാതെ തന്നെ ഉള്ള അത്ഭുതപ്പെടുത്തുന്ന ഫലം കിട്ടും. അപ്പോൾ എല്ലാ ഫെർട്ടിലൈസറും കൊടുത്തിട്ടും ഫ്ലവർ വരുന്നില്ല എന്ന് വിചാരിച്ച് വിഷമിച്ചിരിക്കുന്നവർ നമ്മുടെ ഈ ഫെർട്ടിലൈസർ ഒന്ന് കൊടുത്തു നോക്കുക. ഈ ഫെർട്ടിലൈസർ കൊടുക്കുമ്പോഴത്തേനും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് രണ്ട് രീതിയിലാണ് ഇത് കൊടുക്കേണ്ടത്. ഒരേപോലെ തന്നെ കൊടുക്കണം കേട്ടോ. ഞാനത് കാണിച്ചു തരാം നിങ്ങളെ. ഫസ്റ്റ് മെത്തേഡ്, നമ്മൾ ഒരു സ്പൂണിന് ഒരു സ്പൂണിൽ ഇത്രയും എടുത്തിട്ട് നമ്മൾ ഇതിൻ്റെ ചോട്ടിലേക്ക് ഇട്ട് കൊടുക്കുക, ചോടകത്തി. ഓക്കെ, എന്നിട്ട് നമ്മൾ ചെറുതായിട്ട് മണ്ണിട്ട് അതങ്ങ് മൂടുക. ഇത് ഏതാ പ്ലാന്റ് എന്ന് മനസ്സിലായി? കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങളെ റിപ്പോർട്ട് ചെയ്ത് കാണിച്ചില്ലേ, ആ പ്ലാന്റാണ് കേട്ടോ. ഇവനും ഇപ്പം പെട്ടെന്ന് ഫ്ലവർ വരും. നമ്മളതിട്ട് മണ്ണിട്ടങ്ങ് മൂടി. അതിനുശേഷം നമ്മുടെ സ്പ്രേ ബോട്ടിൽ, ഇത് ഒരു 1.5 ലിറ്ററിൻ്റെയാണ്. ആ സ്പ്രേ ബോട്ടിലേക്ക് നമ്മൾ ഈ ഫെർട്ടിലൈസർ ഇട്ട് കൊടുക്കുക. അതൊരു സ്പൂൺ നിറച്ചങ്ങ് ഇട്ട് കൊടുക്കുക കേട്ടോ. നേരത്തെ ഞാൻ അളവ് കാണിച്ചല്ലോ, നിറച്ചില്ലായിരുന്നു. ഇത് നിറച്ചെടുത്തിട്ടുണ്ട്, കണ്ടോളൂ. എന്നിട്ട് അതൊന്ന് നന്നായിട്ട് ഷേക്ക് ചെയ്യുക. എന്നുവെച്ചാൽ അത് വാട്ടർ സോല്യൂബിളാണ്, വെള്ളത്തിൽ അലിഞ്ഞു പോകുന്നൊരു ഫെർട്ടിലൈസറാണിത്. അതിനുശേഷം നമുക്ക് ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ആദ്യമായിട്ട് ആരെങ്കിലുമൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഈ ഫാമിലിയിൽ ഒരു അംഗമാകണം കേട്ടോ. അത് മറന്നു പോകരുത്. ഓടി വന്ന് കണ്ടിട്ട് അങ്ങ് പോകരുത്. നിങ്ങളുടെയൊക്കെ ഓരോ വിലയേറിയ അഭിപ്രായങ്ങളും ലൈക്കും ഒക്കെയാണ് നമ്മളുടെ ആർസി ഗാർഡൻ്റെ വെള്ളവും വളവും. നിങ്ങളുടെ ലൈക്ക്, കമൻറ്റ്, ഷെയർ, സബ്സ്ക്രിപ്ഷൻ ഒക്കെയാണ് ആർസി ഗാർഡൻ്റെ ഫെർട്ടിലൈസർ. ഞാൻ നിങ്ങളെ ഓരോ ഫെർട്ടിലൈസർ ഇങ്ങനെ പരിചയപ്പെടുത്തി തരുന്ന നിങ്ങൾക്ക് ഗുണകരമായ ഓരോ കാര്യങ്ങൾ ചെയ്ത് തരുമ്പോൾ നിങ്ങൾ നമ്മുടെ ആർസി ഗാർഡൻ ഇച്ചിരി വെള്ളവും വളമൊക്കെ അതൊക്കെ ഒന്ന് വളരട്ടെ. അങ്ങനെ വേണ്ടേ? അപ്പോൾ നമ്മുടെ ഈ സ്പ്രേയിൽ ഒഴിച്ചിട്ട് ഇതിൻ്റെ വിലയുടെ അടിയിലൊക്കെ കേട്ടോ ഇങ്ങനെ മൊത്തം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കണം. കണ്ടല്ലോ. ആ വെള്ളം കൊണ്ട് തന്നെ നമുക്ക് ആ പോട്ട് മിക്സ് ഒന്ന് നനച്ചും കൊടുക്കാം.
ഇതൊക്കെ ഞാൻ ചെയ്യുന്ന പരിപാടികളാണ്. അത് റിസൾട്ട് ആയി കഴിഞ്ഞിട്ടാണ് നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കുന്നത്. അപ്പം നിങ്ങളതൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കുക. എന്തായാലും ഫലം ഉറപ്പാണ്. പ്ലാന്റിനെ നന്നായിട്ട് അങ്ങ് കുളിപ്പിച്ചേക്കണം. അപ്പം ഈ വളം നമുക്ക് ഓൺലൈനിൽ കിട്ടും. അതിൻ്റെ ലിങ്ക് ഞാൻ നമ്മുടെ വീഡിയോയിൽ കൊടുത്തേക്കാം. നിങ്ങൾ താല്പര്യമുള്ളവരൊന്ന് പരീക്ഷിച്ച് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് സക്സസ് ആയെങ്കിൽ എന്നെ അതിൻ്റെ റിസൾട്ടോടെ എന്നോടൊന്ന് പറയുക. അപ്പം നമുക്ക് ബാക്കിയുള്ള കുറച്ച് ഫ്ലവറോടെ കാണാം ഇവിടെ വിരിഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ കുറച്ച് വെയിൽ വന്ന കാരണം ഒരു രക്ഷയില്ല. ഇപ്പോൾ കുറച്ച് താമസിച്ചു പോയി ഞാൻ ഇത് കാണിക്കാൻ നിങ്ങളെ വീഡിയോ എടുക്കാനേ. ഫെർട്ടിലൈസർ കൊടുക്കേണ്ടത് രാവിലെയാണ് കേട്ടോ. ഞാൻ ആ പ്ലാന്റ് തണലത്താണ് വെച്ചിരിക്കുന്നത്. അത് നിങ്ങൾ മറന്നു പോകരുത്. ഇന്നത്തെ വീഡിയോയും എല്ലാവർക്കും ഉപയോഗപ്രദമായെന്ന് ഞാനങ്ങ് വിശ്വസിക്കുക കേട്ടോ. എപ്പോഴും പറയുന്ന പോലെ ഗുണകരമായ മറ്റൊരു വീഡിയോയിൽ കൂടി വീണ്ടും കണ്ടുമുട്ടാം എന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടെ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ പൂർത്തിയാക്കുകയാണ്.